നമസ്തേ. മധുരം രാമായണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവാനുഗ്രഹത്തിൻ്റെയും നീതിയുടെയും ആൾരൂപമാണ് ശ്രീരാമൻ. ദൈവനിയോഗമായാണ് ശ്രീരാമൻ ഭൂമിയിലേക്ക് അവതരിച്ചത്. രാക്ഷസ കുലാധിപതിയായ ദശാനനെ വധിക്കാനും ഭൂമിയിൽ ധർമ്മം പുനഃസ്ഥാപിക്കാനും സ്നേഹം, ധൈര്യം, കടമ, ഭക്തി എന്നിവയുടെ സന്ദേശവുമായി തലമുറകളിലും സംസ്കാരങ്ങളിലും പ്രതിധ്വനിക്കുന്ന സത്യവും നീതിയും അന്വേഷിക്കുന്നവർക്ക് കാലാതീതമായ പ്രചോദനമായി ശ്രീരാമന്റെ ജീവിതം. ഡോക്ടർ ലക്ഷ്മിദാസിന്റെ ഇന്നത്തെ പാരായണത്തിലേക്ക്. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ നിഷ്ഠുരതരമായ ദുഷ്ടരാക്ഷസകുലം ഒട്ടൊഴിയാതെ കൊന്നു നഷ്ടമാക്കിയിടുവൻ ഞാൻ. ഇഷ്ടാനുരൂപം തപോനിഷ്ഠയാ വസിക്ക സന്തുഷ്ട്യാ താപസകുലമിഷ്ടിയും ചെയ്തു നിത്യം. സത്യവിക്രമൻ ഇതി സത്യവും ചെയ്തു തത്ര നിത്യസംപൂജ്യമാനനായി വനവാസികളാൽ തത്ര തത്രൈവ മുനിസത്തമാശ്രമങ്ങളിൽ പൃഥ്വീ നന്ദിനിയോടും അനുജനോടും കൂടി സത്സംസർഗാനന്ദേന വസിച്ചു കഴിഞ്ഞിതു വത്സരം ത്രയോദശം. അക്കാലം കാണായി വന്നു. ശ്രീരാമന്റെ അവതാര ലക്ഷ്യവും ധർമ്മ സംസ്ഥാപനവും രാമൻ നിഗ്രഹിച്ച രാക്ഷസകുലവും രാമന്റെ വ്രതം, വനവാസ ജീവിതചര്യ, ധർമ്മ സംരക്ഷണാർത്ഥമുള്ള രാവണ നിഗ്രഹവും സത്യവിക്രമനായ ശ്രീരാമന്റെ ജീവിതവും സ്വാമി ചിദാനന്ദപുരി വിവരിക്കുന്നു. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നിഷ്ഠുരതരമായ ദുഷ്ടരാക്ഷസകുലം ഒട്ടൊഴിയാതെ കൊന്നു നഷ്ടമാക്കിയിടുവാൻ ഞാൻ. ഇഷ്ടാനുരൂപം തപോനിഷ്ഠയാ വസിക്ക സന്തുഷ്ട്യാ താപസകുലമിഷ്ടിയും ചെയ്തു നിത്യം. സത്യവിക്രമനിധി സത്യവും ചെയ്തു തത്ര നിത്യസംപൂജ്യമാനനായി വനവാസികളാൽ തത്ര തത്രൈവ മുനിസത്തമാശ്രമങ്ങളിൽ പൃഥ്വീനന്ദിനിയോടും അനുജനോടും കൂടി സത്സംഗ ആനന്ദേന വസിച്ചു കഴിഞ്ഞിതു വത്സരം ത്രയോദശം. അക്കാലം കാണായി വന്നു. അവതാരത്തിൻ്റെ ലക്ഷ്യം
ധർമ്മ സംസ്ഥാപനമാണ്. ആ ധർമ്മ സംസ്ഥാപനത്തിൽ ദുഷ്ടശിക്ഷണവും ശിഷ്ടരക്ഷണവുമാണ് പ്രധാനം. ശ്രീരാമചന്ദ്രൻ ദീർഘകാലം വനവാസം നയിച്ചത് ഈ രാക്ഷസകുലത്തെ ഇല്ലാതാക്കാൻ എന്ന ഒറ്റ ലക്ഷ്യം വെച്ചിട്ടാണ്. ചിത്രകൂടാദ്രിയിൽ താമസിക്കുന്ന സമയത്ത് പല പ്രകാരം അതിഭീകരന്മാരായ രാക്ഷസന്മാരെ ശ്രീരാമൻ ഹിംസിച്ചിട്ടുണ്ട്. അവരുടെ ദുർഗതിയെ മാറ്റിക്കൊടുത്തിട്ടുണ്ട്. അവർക്കെല്ലാം രാക്ഷസ യോനിയിൽ നിന്നുള്ള മോചനത്തോടൊപ്പം പലപ്പോഴും ശാപമോക്ഷങ്ങളുമാണ് സിദ്ധിച്ചത്. അങ്ങനെ കഴിയുന്ന കാലം വനത്തിൽ തപസ്സനുഷ്ഠിച്ച് കഴിയുന്ന എല്ലാ മഹാത്മാക്കളും മഹർഷി ശ്രേഷ്ഠന്മാരും ശ്രീരാമനെ കണ്ട് തങ്ങളുടെ വ്യഥ അറിയിക്കുകയാണ്. മറ്റൊരാളെയും ഉപദ്രവിക്കാൻ പോവാതെ എല്ലാ വ്യവഹാരങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി വനത്തിൽ തപസ്സനുഷ്ഠിക്കുന്നവരായ മാമുനിമാരെ അവരെ വെറുതെ വിടാതെ കൂട്ടം കൂട്ടമായി അത്തരം മാമുനിമാരെ ഹിംസിക്കുന്ന രാക്ഷസരുടെ ക്രിയകളെ രാമന് മുമ്പാകെ അവർ ബോധിപ്പിക്കുകയാണ്. കുന്നുപോലെ കൂട്ടിയിട്ടിട്ടുള്ള മനുഷ്യരുടെ തലയോടുകളും അസ്ഥിക്കൂടങ്ങളും കാണിക്കുകയാണ്. ഇവിടെയാണ് രാമൻ പ്രതിജ്ഞ ചെയ്യുന്നത്. തപസ്സികളായ മഹാത്മാക്കളുടെ മഹർഷിമാരുടെ നേർക്ക് ഉപദ്രവം ചെയ്യുന്ന ഈ രാക്ഷസന്മാരെ ഞാൻ ഇല്ലാതാക്കുന്നതാണ് ഒന്നൊഴിയാതെ. ഈ ഭാഗത്ത് വാൽമീകീയത്തിൽ വളരെ ശ്രദ്ധേയമായൊരു വാക്യം വരുന്നുണ്ട്. സകൃദേവ പ്രപന്നായ തവാസ്മീതി ച യാചത്തെ അഭയം സർവഭൂതേഭ്യോ ദദാമ്യേതദ് വ്രതം മമായത്. ഒരിക്കലെങ്കിലും എന്നെ സമാശ്രയിച്ചിട്ടുള്ള ഞാൻ നിൻ്റെതാണെന്ന് പറയുന്നവരായ അവർക്ക് സർവഭൂതങ്ങളിൽ നിന്നും ഞാൻ അഭയം കൊടുക്കും, ഇതെൻ്റെ വ്രതമാണെന്ന്. ഈ മഹാവ്രതത്തെ രാമൻ ദീക്ഷിക്കുകയാണ്. അതാണ് ഈ ഭാഗം. ഒന്നുകൊണ്ടും നിങ്ങൾ ക്ലേശിക്കേണ്ടതില്ല. ഉപദ്രവിക്കുന്ന രാക്ഷസന്മാരെ മുഴുവൻ ഞാൻ ഹിംസിക്കും എന്ന് രാമൻ പ്രതിജ്ഞ ചെയ്തു. അതിനനുസൃതമായി പിന്നീട് ജീവിതം നയിച്ചു. വനവാസത്തിൻ്റെ ഏറ്റവും വലിയ കാലയളവ് നിർവഹിച്ചു ഇപ്രകാരം ധർമാചരണം ചെയ്തുകൊണ്ട്. ഇവിടെ ശ്രദ്ധേയമായൊരാശയം, 14 വർഷം വാനപ്രസ്ഥം വനവാസം രാമൻ സ്വീകരിച്ചു, അഥവാ രാമനിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടു. വൈയക്തികമായി വാനപ്രസ്ഥ വ്രതത്തിൽ താൻ കഴിയുമെന്ന സങ്കല്പത്തോടു കൂടി തന്നെയാണ് രാമൻ വനത്തിലേക്ക് വരുന്നത്. എന്നാൽ തൻ്റെ ക്ഷത്രിയൻ എന്ന പദത്തെ ഒരിക്കലും രാമൻ പരിത്യജിച്ചിട്ടില്ല. ധർമ്മ സംരക്ഷണത്തിനായിക്കൊണ്ട് കൂടെ കൊണ്ടു നടക്കുന്ന ആയുധത്തെ സദാ വിനിയോഗിച്ചിട്ടുണ്ട്. എന്നല്ല, ആദ്യം വിധിപ്രകാരം ധനുർവേദം അഭ്യസിച്ച രാമൻ പിന്നീട് അളവറ്റ ആയുധവിശേഷങ്ങളെയും മന്ത്രായുധങ്ങളെയും വിശ്വാമിത്രനിൽ നിന്ന് ലഭിച്ച രാമൻ പിന്നീട്
എത്രയെത്ര മഹർഷിമാരിൽ നിന്ന് ദിവ്യതമങ്ങളായ ആയുധങ്ങൾ ലഭിച്ചു. ഇതൊക്കെ എന്തിനു വേണ്ടി? ഒന്ന് മാത്രമാണ് മറുപടി: ധർമ്മ സംരക്ഷണാർത്ഥം. ഇപ്പം തപസ്സികളായി കഴിഞ്ഞ, വനത്തിൽ കഴിഞ്ഞ മഹർഷിമാരെ ഹിംസിച്ച സകല രാക്ഷസന്മാരെയും ഇല്ലാതാക്കുമെന്നുള്ള പ്രതിജ്ഞ ചെയ്തുകൊണ്ട് 13 സംവത്സരക്കാലം രാമൻ ആ പ്രദേശത്ത് കഴിയുകയാണ്. വാൽമീകിയാൽ വസിക്കാൻ യോഗ്യമാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ട പ്രദേശത്ത്. അങ്ങനെ ദണ്ഡകാരണ്യത്തിനുള്ളിൽ ഒരു ഭാഗത്ത് വാനപ്രസ്ഥൻ്റെ ചര്യ അനുഷ്ഠിക്കുന്നതോടൊപ്പം ധർമ്മ സംരക്ഷണത്തിനായിക്കൊണ്ട് ദുഷ്ടനിഗ്രഹം എന്നുള്ളത് കൂടി ചെയ്ത് രാമൻ കഴിയുന്നു. അവതാരത്തിൻ്റെ മുഖ്യമായ ഉദ്ദേശ്യം അതല്ല. അവിടെ രാവണ നിഗ്രഹമാണ്. രാവണനോട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആസുരിക സ്വഭാവികളുടെ നിഗ്രഹമാണ്. പക്ഷേ അതിലേക്കുള്ള തയ്യാറെടുപ്പാണ് നമുക്ക് രാമൻ്റെ ഈയൊരു ഭാഗത്തുള്ള ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നത്. ഇപ്പം സ്വയം അനുഷ്ഠിക്കുന്നത് തന്നെ മഹർഷിമാരുടെ മുമ്പിൽ വാക്കായി പറയുന്ന രാമൻ, എന്ത് പറഞ്ഞോ അതനുഷ്ഠിക്കുന്ന രാമൻ. രാമോ ദുർനാഭിഭാഷതേ എന്ന് വാൽമീകി ആവർത്തിച്ച് പറയുന്നുണ്ട്. രാമൻ രണ്ടാമത് പറയില്ല എന്ന്. രണ്ടാമത് പറയില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണോ പറഞ്ഞത് അത് പാലിച്ചിരിക്കും. പാലിക്കുന്നതേ പറയൂ. സത്യവിക്രമനാണ് രാമൻ. ആ സത്യവിക്രമനായ രാമൻ്റെ വളരെ നല്ലൊരു രേഖാചിത്രമാണ് ഈ വാക്യങ്ങളിലൂടെ സ്വയം രാമൻ്റെ തന്നെ വാക്യങ്ങളിലൂടെ നമുക്കിവിടെ ലഭിക്കുന്നത്. നല്ലപോലെ അനുസന്ധാനം ചെയ്യുക എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ പറയട്ടെ. ദിനം പ്രതിയുള്ള ക്ഷേത്രദർശനം ഐശ്വര്യപ്രദായകവും മുക്തിദായകവുമാണ്. നമ്മിൽ ഏവരിലുമുള്ള ദൈവഗണത്തെ തിരിച്ചറിയാൻ ഇത്തരം മുഹൂർത്തങ്ങൾക്ക് സാധിക്കട്ടെ. പെരിയാറിന്റെ തീരത്ത് ആലുവ ദേശത്താണ് ശ്രീ ദത്ത ആഞ്ജനേയ ക്ഷേത്രം. ദത്താത്രേയ സ്വാമിയും ആഞ്ജനേയനും ഭക്തർക്ക് അഭയമരുളുന്നിടം. ഉദ്ദിഷ്ടകാര്യസിദ്ധിക്കായി ഭക്തർക്ക് ആശ്രയമാണ് ഇവിടുത്തെ കാര്യസിദ്ധി ഹനുമാൻ. ് 1991 ശ്രീ ഗണപതി സച്ചിദാനന്ദ സ്വാമികളാണ് ക്ഷേത്രം പ്രതിഷ്ഠിച്ചത്. ഈ ക്ഷേത്രം 1991 ശ്രീ ഗണപതി സച്ചിദാനന്ദ സ്വഹസ്താൽ ഈ ദത്താത്രേയ മഹാഗണപതി ക്ഷേത്രം പ്രതിഷ്ഠിക്കപ്പെട്ടു. അതിൻ്റെ ഒപ്പം 1999 ശ്രീ കാര്യസിദ്ധി ആഞ്ജനേയ ദിവ്യക്ഷേത്രം
ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ വച്ചു. ആ സമയം കൊണ്ടാണ് ഈ ശ്രീ ദത്ത ആഞ്ജനേയ ക്ഷേത്രം എന്ന് അറിയപ്പെടുന്നത്. ഈ ക്ഷേത്രത്തിലെ വർണ്ണ ഭക്തജനങ്ങളുടെ കാര്യങ്ങൾ നടക്കുന്നതിന് വേണ്ടി ഈ ആഞ്ജനേയ സ്വാമിക്ക് കാര്യസിദ്ധി ആഞ്ജനേയ ക്ഷേത്രം എന്ന് അറിയപ്പെടുകയായി. ദത്താത്രേയ സ്വാമി, കാര്യസിദ്ധി ഹനുമാൻ, പാതാള ഹനുമാൻ, നാഗങ്ങൾ, നവഗ്രഹങ്ങൾ എന്നീ മൂർത്തികളാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠകൾ. ഇവിടെ ഗണപതി ഉണ്ട്, ദത്താത്രേയ സ്വാമി ഉണ്ട്, കാര്യസിദ്ധി ആഞ്ജനേയ സ്വാമി ഉണ്ട്, വിജയാഞ്ജനേയനുണ്ട്, നവഗ്രഹങ്ങളുണ്ട്, പാമ്പന്മാരുണ്ട്, പിന്നെ പഞ്ചമുഖ പാതാളാഞ്ജനേയനുണ്ട്. കാര്യസിദ്ധിക്കായി ഹനുമാൻ സ്വാമിക്ക് തേങ്ങകെട്ടൽ വഴിപാട് നടത്തിയാൽ ഫലപ്രാപ്തി ഉണ്ടാകുമെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിന്റെ പ്രദക്ഷിണ വീതിയിൽ തേങ്ങ കെട്ടി 41 ദിവസം വ്രതം നോറ്റാൽ ഫലം നിശ്ചയം. കാര്യസാധ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ കെട്ടലാണ് ഏറ്റവും പ്രധാന വഴിപാട്. അത് ഒരു മണ്ഡലകാലം ഹനുമാൻ സ്വാമിയുടെ നടക്ക് നമ്മൾ എന്താണോ കാര്യം പ്രാർത്ഥിക്കണമെന്ന് വെച്ചാൽ അത് പ്രാർത്ഥിച്ച് നടക്ക് വെച്ച് അതവർ പൂജിച്ച് അവിടെ തന്നെ കെട്ടും. അപ്പോൾ ഹനുമാൻ സ്വാമിയുടെ ആ പ്രദക്ഷിണ വഴിയിൽ തന്നെ 41 ദിവസം നമ്മൾ കെട്ടണ തേങ്ങ അവിടെ തന്നെ ഇരിക്കും. ആ പൂജ കഴിഞ്ഞ് 41 ദിവസം നമ്മൾ വന്ന് അത് ആദ്യം റെസിറ്റ് നമ്മൾ പൂജിച്ച് അപ്പോൾ പ്രസാദമായിട്ട് നമ്മൾ കൊണ്ടുപോകണം. എന്നിട്ട് അത് പായസം അല്ലെങ്കിൽ അവൽ നിവേദ്യത്തിൽ നമ്മൾ കഴിക്കുമ്പോഴേ ആ വ്രതം വീടുള്ളൂ. ആ 41 ദിവസവും നമുക്ക് പച്ചക്കറികൾ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. നല്ല വ്രതത്തോടു കൂടി ജപിക്കാനുണ്ട് ഓം ശ്രീ കാര്യസിദ്ധി ആഞ്ജനേയ സ്വാമീനെ നമഃ. അത് 108 പ്രാവശ്യം ഒരു ദിവസം നമ്മൾ ജപിക്കണം. അത് ഇഷ്ടംപോലെ ആൾക്കാർക്ക് ഇതിൻ്റെ ഫലം ഞങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഫലം ചിലവർക്ക് 41 ദിവസം തന്നെ കിട്ടും, അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പായിട്ട് കിട്ടും. കാര്യസിദ്ധി ഹനുമാൻ, വിജയ ഹനുമാൻ, പാതാള ഹനുമാൻ എന്നിങ്ങനെ ഹനുമാൻ സ്വാമിയുടെ 3 ഭാവങ്ങളിൽ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. പാതാള ഹനുമാൻ പ്രതിഷ്ഠ ഇവിടുത്തെ മറ്റൊരു സവിശേഷതയാണ്. മൈസൂർ ആശ്രമത്തിൽ ഇതെല്ലാം ശരിക്കും ഇങ്ങനെ തന്നെയാണ്. വിജയാഞ്ജനേയൻ, കാര്യസിദ്ധിയാഞ്ജനേയൻ, പഞ്ചമുഖ പാതാളം, അത് 3 ഇങ്ങനെ ഒരേ ശ്രീകോവിലിൻ്റെ ഇതിലിങ്ങനെ കീഴ്പ്പെട്ടായിട്ട് അങ്ങനെയാണ്. ഇവിടെ 3 സ്ഥലത്തായിട്ടാണ് 3 ആഞ്ജനേയന് നമുക്കിവിടെ ദർശിക്കാൻ സാധിക്കും. പൗർണമി നാളിൽ ദത്താത്രേയ സ്വാമിക്ക് തൈലാഭിഷേകവും പാതാള ഹനുമാന് അത്തപൂജയും ഇവിടുത്തെ മുഖ്യ വഴിപാടുകളാണ്. തൈലാഭിഷേകം വലിയ പ്രധാനമുള്ളതാണ്. പിന്നെ പഞ്ചമുഖ പാതാളാഞ്ജനേയന് അത്തപൂജയുണ്ട്. അത് വൈകുന്നേരം 8 മണിക്ക് ശേഷം പഞ്ചമുഖ പാതാളാഞ്ജനേയന് അത്തപൂജ, അതെല്ലാ മാസവും ഉണ്ട്. പിന്നെ ഗണപതിക്ക് തേങ്ങ ഉടയ്ക്കുക, ഒറ്റപ്പം, ഉണ്ണിയപ്പം, അതൊക്കെ അവിടെ വഴിപാടുണ്ട്. പിന്നെ കാര്യസിദ്ധി ആഞ്ജനേയ സ്വാമിക്ക് അതുപോലെ സുഗന്ധ തൈല ദീപം, അതും നമ്മളിപ്പോൾ ചിലവർക്ക് ഈ തേങ്ങ കെട്ടാനുള്ള ഒരു ഇതില്ലെങ്കിൽ അത് കാര്യസാധ്യത്തിനും അസുഖങ്ങൾ മാറാനും ഒക്കെ ഉള്ളതാണ് സുഗന്ധ തൈല ദീപം. അത് നമ്മൾ തന്നെയാണ് കത്തിക്കുന്നത് ഹനുമാൻ സ്വാമി നിറയ്ക്ക്. പിന്നെ വെറ്റിലമാല, അവൽ നിവേദ്യം, വെണ്ണ അലങ്കാരം, വെണ്ണ നിവേദ്യം, വടമാല, ഇതെല്ലാം ഹനുമാൻ സ്വാമിക്കുള്ള വഴിപാടാണ്.
കാര്യസിദ്ധിക്കായി നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിലെത്തുന്നത്. ഭക്തർക്കായി എല്ലാ ദിവസവും അന്നദാനവും ഹോമിയോ ആയുർവേദ ചികിത്സയും ക്ഷേത്രത്തിൽ നടത്തുന്നുണ്ട്. ഈ ക്ഷേത്രത്തിൽ നിത്യം അന്നദാനം, ആയുർവേദ ചികിത്സ, ഹോമിയോ ചികിത്സ എന്നിവ ഉണ്ടായിരിക്കും. ക്യാമറമാൻ സന്തോഷ് തിരുമലക്കൊപ്പം കിരൺ കുമാർ. രാമൻ ധർമ്മവിഗ്രഹമാണ്, നീതിമാനാണ്. രാമന്റെ സത്യസന്ധത ധീരതയാണ്. ഇന്ദ്രൻ ദേവന്മാരുടെ രാജാവായതുപോലെ രാമൻ എല്ലാ മനുഷ്യരുടെയും രാജാവാണ്. ഉത്കൃഷ്ടമായ വിചാരത്തോട് കൂടിയവനാണ് ശ്രീരാമൻ. രാമന്റെ ശത്രുക്കളെ പോലും മാരീചന്റെ കാര്യത്തിൽ അവന്റെ സഹോദരൻ സുബാഹുവും അമ്മ താടകയും രാമനാൽ വധിക്കപ്പെട്ടു. രാമനെ സാധാരണ വ്യക്തിയായിട്ടല്ല, ധർമ്മത്തിൻ്റെ മൂർത്തീഭാവമായാണ് വാഴ്ത്തുന്നത്. നാളെ വീണ്ടും കാണാം. നമസ്തേ.